അപ്പൊ ഇന്നത്തെ യാത്ര അത് തുടങ്ങി. മൂന്നാമത്തെ ദിവസം അല്ല, നേരെ സൗത്ത് ഗോവ. നേരെ സൗത്ത് ഗോവ, സൗത്ത് ഗോവ. അപ്പം ഇന്ന് കൂടുതൽ കാണുന്നത് യാത്ര തന്നെയാണ്. പോണ വഴിയിലെ യാത്ര കാഴ്ചകൾ മാത്രമായിരുന്നു കൂടുതൽ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് സൗത്ത് ഗോവ, മഡ് ഗോവ എന്നീ സ്ഥലങ്ങളാണ് കറങ്ങാൻ പോകുന്നത്. അപ്പോൾ കൂടുതലും യാത്ര ആയിട്ട് കാണാം. കുറച്ച് ബീച്ചുകളും കാര്യങ്ങളൊക്കെ കുറച്ച് കാണാനുണ്ട്, അതും കാണാം. അപ്പോൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗോവയിലെ ആടുകൾ, ഗോവൻ ആടുകൾ, ഗോവാടുകൾ, ഗോവാടുകൾ, ഗോവാട്ടെ, ഗോവട്ടകളെ. ആ നേരെ അല്ലേ, റൈറ്റ് അല്ലേ, റൈറ്റ് അല്ലേ. തിരിച്ചു വരും പഠിച്ച അത് നമുക്ക് നോക്കി.
റെയിൽവേ ഞങ്ങൾ പോകുന്ന റെയിൽവേ ആട്ടോ, റെയിൽപാലം. എന്തൊക്കെ കാട്ടിക്കൂട്ടിക്കല്ലേ. തൊള്ളായിരം നേരെയാണ്, 950 മീറ്റർ കഴിഞ്ഞിട്ട് നേരെ. അപ്പം നമ്മൾ ആദ്യത്തെ ബീച്ചിലെത്തി. പക്ഷെ നമ്മൾ എത്തിയത് ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ പോയില്ല. പിന്നെ അടുത്ത ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ ബീച്ചിൻ്റെ വ്യൂ യാതൊരു രക്ഷയില്ല കേട്ടോ. അടിപൊളി വ്യൂ ആണ്. ഒരു വട്ടെങ്കിൽ ബീച്ച് കാണണ്ട.
ഏഹ് ആ എടുത്തോ ആര് എടുത്തോ എപ്പോഴേ ആ ഇല്ല ഇല്ല മധ്യ ബീച്ചിലേക്കുള്ള ബാൻഡാക്സ് വഴിയാണിത്. അവിടെ കോട കൂടിയിട്ടാണ് കോട. ഒരു ബീച്ചിക്ക് പോണ വഴിയാണ് ഇവിടെ. ഏതാ ബീച്ചടാ? കക്കോലം ബീച്ച്. കക്കോലം ബീച്ച് അല്ലേ? നമ്മളെ എന്താ പറയാ, പണ്ട് ഓടക്കൊണ്ട് പോയിനാര്. അപ്പോൾ അടുത്ത ബീച്ച് നമ്മൾ കരുതിയത് ആ ബീച്ചാണ് ടോപ്പ്. പക്ഷേ ഈ ബീച്ചിൻ്റെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയായി പറഞ്ഞാൽ അടിപൊളി. പക്ഷേ ഈ ബീച്ചിൽ ഒരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട് ഈ ബീച്ചിൻ്റെ അടുത്തായിട്ട്. ഒരു അടിപൊളി ബീച്ചാണ്. പക്ഷെ അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നടക്കാണ്ട്. തെങ്ങും തോപ്പ് കൂടെ കുറെ നടക്കാം. അടിപൊളി, ഒന്നും പറയാനില്ല അല്ലേ? രക്ഷയില്ല, ആകെ കുറവാണ് അല്ലേ ഇതിലൊക്കെ. അവിടുന്ന് ഉറവാണ് അല്ലേ? ആ ഏനെ 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 ഏന് വല്ലനെ ആൾക്കാര് വരുന്നതിനനുസരിച്ച് തരേണ്ടത് കൂടും അല്ലേ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളച്ചാട്ടം കേട്ടോ. അടിപൊളി വെള്ളച്ചാട്ടം. വെള്ളം ചാടിയിട്ട് നേരെ കടലിലേക്കാണ് വരുന്നത്. അത് കാണാൻ നല്ല ഭംഗിയാണ്. മഴ പെയ്തു ഗായ്സ്, മഴ പെയ്തു വെയിലും മഴ കുറുക്കന്റെ കല്യാണം. അപ്പം ഇനി നമുക്ക് ഇവിടെ കൂടുതൽ നിൽക്കാൻ സമയമല്ല. നമുക്ക് രാത്രി 9:30 ട്രെയിനാണ്. അപ്പം നമ്മളിവിടുന്ന് പെട്ടെന്ന് തിരിച്ചു കേട്ടോ. അങ്ങനെ വണ്ടി പഞ്ചറായിക്കാണ്. തള്ളിയും കൊണ്ട് ഇവിടെ ഗ്യാരേജ് ഉണ്ട് പറഞ്ഞുകൊണ്ട് ഇവിടെ അടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ എന്തോ പഠിച്ചവന്റെ ഭാഗ്യ ഒരു ദൈവാനുഗ്രഹം എല്ലാം കൊണ്ട് കറക്റ്റ് പഞ്ചർ അവിടെ വർക്ക്ഷോപ്പിൽ എത്തിക്കാണ്. പക്ഷെ വർക്ക്ഷോപ്പ് അടച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. ആളെ വിളിച്ചു നോക്കട്ടെ.
ബാക്ക് ടയറാണ് പഞ്ചറായി. അപ്പോൾ അവിടുന്ന് കൂടുതൽ തള്ളിപ്പോന്ന് വേറൊരു വർക്ക്ഷോപ്പ് കണ്ടു. അപ്പോൾ അവിടുന്ന് പഞ്ചറൊക്കെ അടച്ച് കിട്ടി. ഏതായാലും ഞങ്ങൾ പെട്ടെന്ന് അവിടുന്ന് യാത്ര വീണ്ടും പെട്ടെന്ന് ആരംഭിച്ചു. കാരണം ലേറ്റായി. ട്രെയിന് 9:30ക്കാണ്. അവിടുന്ന് 50 കിലോമീറ്റർ തിരിച്ചോടാണ്ടായതുകൊണ്ട് വേഗം പോന്നു. പിന്നെ എവിടെയും നിന്നിട്ടില്ല. പിന്നെ ഫോണിൽ ചാർജ് കമ്മിയാണ്. ഫുള്ള് വീഡിയോ എടുക്കാൻ കഴിയുമെന്ന് അറിയില്ല. അപ്പോൾ പറഞ്ഞ പോലെ ഇന്നലെ രാത്രി ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ട്രെയിനിൽ നിന്നാണ് ചാർജ് ചെയ്തത്. ഏകദേശം നമ്മളിപ്പോൾ രാത്രി ഒന്ന് ഉറങ്ങിപ്പോയി ചാർജിലിട്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ മംഗലാപുരം ആ ഭാഗത്താറായി. മോന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ ആ ടൈമിലൊക്കെ. ഞാൻ രാവിലെ എണീറ്റ് ഒരു ചായ കുടിച്ച് ചെറുക്കാൻ നീച്ചു. ഫുള്ള് ഉറക്കമായി ചെറുക്കാൻ നീച്ചില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് ഷൊർണൂരിൽ നിന്നും ട്രെയിൻ കയറി. നിലമ്പൂർ ട്രെയിൻ കയറിയതാ. നമ്മൾ അങ്ങാടിപ്പുറം ഏകദേശം എത്തിയിട്ടോ. നമ്മളെ നാടെത്താറായി ഏകദേശം. അപ്പം നമ്മൾ മേലാറ്റൂർ എത്തിയിട്ടോ. അപ്പോൾ മോന് ഇവിടെ ഇറങ്ങാൻ പോവാണ് മേലാറ്റൂർ. അപ്പോൾ ഞാൻ ഇവിടുന്ന് തിരിച്ച് ഞാൻ തൂരാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ ഞാൻ തൂർക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ തൂര് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടപ്പോൾ ട്രെയിൻ ഇറങ്ങി ഇതാ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുപോകാൻ കാറായിട്ട് ഫാദർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മയക്കില്ല നല്ല സാധ്യത കാണുന്നുണ്ട്. നമ്മൾ തൂര് റെയിൽവേ സ്റ്റേഷൻ ആകെ മാറിപ്പോയിട്ടോ, മരങ്ങളൊക്കെ മുറിച്ച്. അപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ ആ മഴ പെയ്തു. അപ്പോൾ ഞാനിവിടെ ഒരു പീടികയിൽ കയറി നിൽക്കുകയാണ് അവരെ കാത്ത്. അപ്പോൾ നമുക്ക് പോലെ വണ്ടി എത്തിയിട്ടോ. തിരിച്ചപ്പോൾ നമ്മളെ നാട്ടിലെത്താനായി. കുഴപ്പമില്ലാത്തൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാലാവസ്ഥ നല്ല മഴയാണ്. അപ്പോൾ കാഴ്ച ഞാൻ വീട്ടിലെത്തി. അപ്പം ഗോവ യാത്ര അങ്ങനെ അവസാനിച്ചു. അപ്പോൾ നമ്മളെ ഗോവ യാത്ര അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.